നമസ്കാരം, എൻ്റെ പേര് പ്രവീൺ. രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു വീഡിയോ അല്ല ഇത്. എങ്കിലും ചില വസ്തുതകൾ പറയുമ്പോൾ ചിലർക്ക് അത് രാഷ്ട്രീയപരമായ ഉദ്ദേശത്തോടു കൂടി പറയുന്നതാണോ എന്ന് സംശയം തോന്നിയേക്കാം. പക്ഷേ അതല്ല കാര്യം. ഇതൊരു അനീതിയെപ്പറ്റിയാണ്. കേരളത്തിന് എയിംസ് ആശുപത്രി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആലപ്പുഴയ്ക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. പലവട്ടം പല വേദികളിൽ അദ്ദേഹം തൻ്റെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തു. 16 MP ആയതിനു ശേഷം ആവശ്യപ്പെട്ടു. പക്ഷേ ശ്രീ പിണറായി വിജയൻ വന്നതിന് ശേഷം 2-3 പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടും ആ ഒരു സ്ഥലം ലിസ്റ്റിൽ വന്നിട്ടില്ല. അത് വന്നാൽ ബഡ്ജറ്റിൽ വെച്ച് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയത്. അല്ല, അതൊക്കെ വിട്ടേക്കൂ. നമുക്ക് അദ്ദേഹത്തിന് കൈയടിക്കുന്നവരും ഒരുപാടുണ്ട്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാതെ വയ്യ. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും എയിംസ് ഘട്ടം ഘട്ടമായി അനുവദിക്കും എന്ന നയമെടുത്തതും അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്ഥലം നിർദ്ദേശിക്കാൻ കത്തുകൾ അയക്കുകയും കേരളം അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത് സുരേഷ് ഗോപി MP ആവുന്നതിനും മുൻപേ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഈ ഒരു വീഡിയോ തുടങ്ങാൻ സാധിക്കൂ. കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഒരു നടപടികൾ ആരംഭിച്ചത് എന്ന ധാരണ കുറച്ചു പേർക്കെങ്കിലും ഉള്ളതുകൊണ്ടാണ് ഇത് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഈ വിഷയത്തിൽ ഒരുപാട് രേഖകൾ കേന്ദ്രവും കേരളവും തമ്മിൽ നടന്ന കത്തിടപാടുകൾ ഉൾപ്പെടെ ഞാൻ RTI വഴി എടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ അതിലെ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായി ഇതിൽ കാണിക്കാൻ സാധിക്കും. ഇതുകൂടാതെ ലോക്സഭയിലും രാജ്യസഭയിലും നമ്മുടെ ജനപ്രതിനിധികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ലഭിച്ച മറുപടി, നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, സർക്കാർ തലത്തിലെടുത്ത തീരുമാനങ്ങൾ, ഇതെല്ലാം നമുക്ക് മുന്നിലുണ്ട്. അതിനാൽ തന്നെ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വസ്തുതകൾ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. ഇതുവരെ കേരളത്തിന് എയിംസ് ലഭിക്കാത്തത് സംസ്ഥാനം സ്ഥലം നിർദ്ദേശിക്കാത്തത് കൊണ്ടല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കേന്ദ്രം പ്രഖ്യാപിക്കാത്തത് തന്നെയാണ് വിഷയം. കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും എയിംസ് ആശുപത്രികൾക്കായി സ്ഥലം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട് എന്നല്ലാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എയിംസ് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം ഘട്ടം ഘട്ടമായാണ് എയിംസ് പ്രഖ്യാപിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയപ്പോൾ കേരളവും കർണാടകവുമൊക്കെ അവസാനമായി എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഈ 2 സംസ്ഥാനങ്ങളുമാണ് ഇനിയും എയിംസ് ആശുപത്രികൾ ഒരെണ്ണമെങ്കിലും അനുവദിക്കാതെയുള്ളവയിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായി ബാക്കിയുള്ളത്. ഗോവയും ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളിൽ എയിംസ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഒരു 3 കോടിക്ക് മേൽ ജനസംഖ്യയുള്ളവയിൽ ഈ 2 സംസ്ഥാനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയാം. കൊറോണയ്ക്ക് മുൻപ് ഹരിയാനയ്ക്ക് വേണ്ടിയാണ് അവസാനമായി എയിംസ് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം വന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റി റിപ്പോർട്ടുകളിലടക്കം അടുത്ത ഘട്ടത്തിൽ കേരളം, കർണാടകം എന്നീ 2 സ്റ്റേറ്റുകളിൽ എയിംസ് പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ കേരളം എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കാം. 2014 എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് എന്ന നയം കേന്ദ്രം സ്വീകരിച്ച ശേഷം പരിഗണിക്കുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് തരണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് കത്തയക്കുന്നത്. അന്നത്തെ UDF സർക്കാരാണ് കോഴിക്കോട്, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം എന്നിവ ഉൾപ്പെട്ട ലിസ്റ്റ് കേന്ദ്രത്തിന് നൽകുന്നത്. പിന്നീട് വന്ന LDF സർക്കാർ ഈ ലിസ്റ്റ് തിരുത്തിയിട്ടില്ല. എല്ലാ വർഷവും ഒരു ആചാരമെന്നോണം കേരളം കേന്ദ്രത്തിന് കത്തുകളായും മന്ത്രിമാർക്ക് നേരിട്ട് നിവേദനമായും ഈ കാര്യം അറിയിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഹർഷ് വർദ്ധൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് പാർലമെൻറ്റിൽ ഓരോ MP-മാരും അവരവരുടെ ജില്ലയിൽ വേണം എന്ന് ആവശ്യപ്പെടുന്നത് ചൂണ്ടിക്കാണിച്ച് ഒറ്റ സ്ഥലം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നത്. As far as Kerala is concerned, I can recall that in Kerala there has never been a consensus upon the fact where do they want the aims. There have been different suggestions and different proposals from different representatives of Kerala all through these last 6-7 years, but അതോടെ സംസ്ഥാന സർക്കാർ വിവിധ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ച് അതിൽ ഒരു സ്ഥലത്തിന് പ്രഥമ പരിഗണന നൽകി പഴയ ലിസ്റ്റ് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു.
അങ്ങനെയാണ് കോഴിക്കോടിന് പ്രഥമ പരിഗണന നൽകി പഴയ ലിസ്റ്റ് തുടരാൻ തീരുമാനിക്കുന്നത്. കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ധനമന്ത്രാലയത്തിലേക്ക് കേരളത്തിന് തത്വത്തിൽ എയിംസ് അനുവദിക്കണം എന്ന നിർദ്ദേശമുണ്ടായത്. അതായത് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ. അതോടെ സംസ്ഥാന സർക്കാർ കിനാലൂരിൽ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി ആരംഭിച്ചു. ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള 150 ഏക്കർ ഭൂമി ആരോഗ്യ വകുപ്പിൻ്റെ പേരിലേക്ക് മാറ്റി. ഇതുകൂടാതെ ഭാവി വികസനത്തിന് വേണ്ടി അതിനോട് ചേർന്ന് കിടക്കുന്ന 100 ഏക്കർ സ്വകാര്യ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. എന്നാൽ പിന്നീട് നടന്ന ബജറ്റുകളിലും കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കപ്പെട്ടില്ല. ഇപ്പോഴിതാ പഴയ രാജ്യസഭാ എം പി ആയ, നിലവിലെ ലോക്സഭാ എം പി ആയ, കേന്ദ്രമന്ത്രി കൂടിയായ ആൾ പറയുന്നു, തൻ്റെ മനസ്സിലുള്ള സ്ഥലങ്ങളൊന്നും കേരളം നൽകിയ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ് എയിംസ് ലഭിക്കാതിരിക്കുന്നത് എന്ന്. ഞാൻ കണ്ടെത്തിയ ഒരു സ്ഥലം അതെന്റെ നേതാക്കളെ അറിയിക്കും. ആലപ്പുഴ തന്നാൽ അവിടെ വരും. അതല്ല, ചില ഭൂമി കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികളുടെ ഇംഗിതത്തിനാണ് അതിന് നിങ്ങൾ വഴിയൊരുക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയും എനിക്കത് എൻ്റെ തൃശ്ശൂരിൽ വേണമെന്ന്. അത് സമരമായിരിക്കും. ഇവിടെയാണെങ്കിൽ സ്ഥലം DMVയുടെ പേരിലാക്കുന്ന നടപടി വരെ പൂർത്തിയാക്കി എന്നോർക്കുക. അപ്പോഴാണ് സ്ഥലം മാറ്റി നൽകണം എന്നുള്ള വിവാദമൊക്കെ ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പന്ത് തട്ടിക്കളിക്കുന്നത് ഒട്ടും ശരിയല്ല. ഒരു ജില്ലയോടുള്ള വിരോധമൊക്കെ മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ സർക്കാർ ഒരുപാട് മുന്നോട്ട് പോയ ഒരു കാര്യം മാറ്റിവെച്ച് മറ്റൊരു സ്ഥലം നിർദ്ദേശിക്കണമെന്ന് പറയുന്നത് എന്തൊരു ന്യായമാണ്? ഭരണം മാറുമ്പോഴും പദ്ധതികളുടെ കാര്യത്തിൽ ഒരു തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് ഉദാഹരണമായിട്ട് മെട്രോയുടെയും, കേരളത്തിൽ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് മെട്രോയുടെയും വിഴിഞ്ഞം പദ്ധതിയുടെയും IT പാർക്കുകളുടെ വികസനമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഇനി ഇന്ത്യ മൊത്തമായി എടുത്തു നോക്കിയാൽ എയിംസ് തന്നെ ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് പറയേണ്ടതുണ്ട്. എയിംസ് നിർമ്മാണവും പരിപാലനവും കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത് എങ്കിലും സ്ഥലം നിർദ്ദേശിക്കുന്നതും ഏറ്റെടുത്ത് നൽകുന്നതും അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതുമൊക്കെ സംസ്ഥാന സർക്കാരാണ് എന്നിരിക്കെ ഒരു വ്യക്തിയുടെ താൽപ്പര്യത്തിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടേണ്ടുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാഷ്ട്രീയമോ വ്യക്തി താൽപ്പര്യമോ കൊണ്ട് മാത്രം അതിനൊക്കെ കൈയടിക്കുന്നവരോട് ഡൽഹിക്ക് പുറത്തേക്കും വളർന്ന എയിംസ് ആശുപത്രികളുടെ ചരിത്രം കൂടി പറയേണ്ടതുണ്ട്. 1952 സ്ഥാപിച്ച ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് തുല്യമായ സ്ഥാപനങ്ങൾ മറ്റിടങ്ങളിലും വേണമെന്ന ആശയം 2000 ആണ്ടിന് ശേഷമാണ് ഒന്നാം ഘട്ട എയിംസ് ആശുപത്രികളുടെ പ്രഖ്യാപനത്തിലൂടെ സാധ്യമായത്. 2003 NDA മന്ത്രിസഭയുടെ കാലത്താണ് 6 സംസ്ഥാനങ്ങളിലായി ആദ്യഘട്ടം എയിംസ് ആശുപത്രികളുടെ പ്രഖ്യാപനം നടന്നത്. പിന്നീട് വന്ന UPA മന്ത്രിസഭ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും റായ്ബറേലിയിൽ ഒരു എയിംസ് കൂടി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് വാജ്പേയി മന്ത്രിസഭ പ്രഖ്യാപിച്ച എയിംസ് ആശുപത്രികളെല്ലാം തന്നെ പിന്നീട് 2 ടേമായി ഭരിച്ച UPA സർക്കാരാണ് പൂർത്തിയാക്കിയത്. മുൻ സർക്കാരുകൾ എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാനൊന്നും പിന്നീട് വന്നവർ ഒരു തമ്പ്രാൻ ലെവൽ കളി കളിച്ചില്ല എന്നർത്ഥം. അത് കഴിഞ്ഞ് വന്ന NDA ഗവൺമെൻറ് നേരത്തെ പൂർത്തിയായ എയിംസുകളുടെ അടുത്ത ഘട്ട വികസന പ്രവർത്തനങ്ങൾ തുടരുകയും UPA പ്രഖ്യാപിച്ച റായ്ബറേലി എയിംസ് പൂർത്തിയാക്കുകയും പുതിയ 15 എയിംസ് ആശുപത്രികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അവ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം 22 എയിംസ് ആശുപത്രികളാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൽ 18 എണ്ണം പ്രവർത്തനം ആരംഭിച്ചു, 3 എണ്ണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, 1 എണ്ണം പ്രാരംഭദശയിലാണ്. ഇനി നമുക്ക് സുരേഷ് ഗോപിയുടെ വാദങ്ങളിലേക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞ ഉദ്ദേശിക്കുന്ന സ്ഥലം പിക്ക് ചെയ്തതിന്റെ കാരണം ഒന്ന് ടൂറിസമാണ്, ഒന്ന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ആണ്. അത് കഴിഞ്ഞ് മൻസുഖ് മാണ്ഡവ്യ വന്നപ്പോഴും ആദ്യം തന്നെ കല്ല് വെച്ചത് ഞാനാണ്, ഇത് ആലപ്പുഴയിൽ കിട്ടണം. JP നഡ്ഡയോടും അത് തന്നെയാണ് പറഞ്ഞത്. ആലപ്പുഴയുടെ പിന്നോക്കാവസ്ഥ എയിംസ് കൊണ്ട് പരിഹരിക്കുക, ടൂറിസവുമായി ബന്ധിപ്പിക്കുക എന്നതൊക്കെയാണ് ഉദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനോഹരമായ ബാക്ക് വാട്ടേഴ്സ് കൊണ്ട് അനുഗ്രഹീതമായ ആലപ്പുഴയ്ക്ക് ടൂറിസം പദ്ധതികൾ കൊണ്ട് തന്നെ ഏറെ പുരോഗതിയിലേക്ക് മുന്നേറാൻ കഴിയും.
പുതിയ വലിയ പദ്ധതികൾ തന്നെ ടൂറിസം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന സുരേഷ് ഗോപിക്ക് കൊണ്ടുവരാനും സാധിക്കും. മെഡിക്കൽ ടൂറിസമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പറ്റിയ ഒരു എക്കോസിസ്റ്റം അവിടെ ഇല്ലതാനും. പിന്നെ ഇന്ത്യയിൽ ഒരിടത്തും എയിംസ് അനുവദിച്ചത് ഏതെങ്കിലും ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനല്ല. എയിംസിൻ്റെ ഉദ്ദേശവും അതല്ല. ഉന്നത ചികിത്സാ രംഗത്തെ വിടവ് പരിഹരിക്കാനായി ചികിത്സാ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ഒരു വലിയ മേഖലയ്ക്ക്, ഒരു സംസ്ഥാനത്തെ ഒരു വലിയ മേഖലയ്ക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരിടത്തിന് മുൻഗണന കിട്ടാറുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ചെന്നൈ ഉൾപ്പെടുന്ന ഭാഗത്തല്ല, മറിച്ച് താരതമ്യേന മികച്ച ചികിത്സാ കേന്ദ്രങ്ങളുടെ അഭാവമുള്ള തെക്കൻ തമിഴ്നാടിന് ഒന്നടങ്കം ഉപകരിക്കുന്ന മധുരയാണ് എയിംസ് വരുന്നത്. ലഭിച്ചില്ല എങ്കിലും കർണാടക നിർദ്ദേശിച്ച സ്ഥലം ബാംഗ്ലൂർ, മൈസൂർ അല്ലെങ്കിൽ മംഗലാപുരം ഉൾപ്പെട്ട തെക്കൻ കർണാടകമല്ല, മറിച്ച് ആതുര രംഗത്ത് പിന്നോക്കാവസ്ഥയുള്ള വടക്കൻ കർണാടകമാണ്. എന്നാൽ ഏറ്റവും പിന്നോക്കമായ ഒരു സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കുകയല്ല, മൊത്തത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഒരു വലിയ ഏരിയ കവർ ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാമുള്ള നഗരങ്ങൾക്ക് സമീപം തന്നെയാണ് അവ സ്ഥാപിക്കാറുള്ളത്. പരിഗണിക്കുന്ന പാരാമീറ്ററുകളിൽ ആരോഗ്യരംഗത്തെ പിന്നോക്കാവസ്ഥയ്ക്ക് മാർക്കുള്ളപ്പോൾ തന്നെ എയിംസ് ജീവനക്കാരുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെയുള്ള സ്കൂൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജസ്, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ, പാരാമെഡിക്കൽ കോളേജുകൾ തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്ഥലങ്ങൾക്കും മുൻഗണനയുണ്ട്. പെട്ടെന്ന് കൈമാറാൻ സാധിക്കുന്ന വിധത്തിൽ സ്ഥലം ലഭ്യമാണെങ്കിൽ അതിന് മുൻഗണനയുണ്ട്. വൈദ്യുതി, വെള്ളം തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മാർക്കുണ്ട്. ഇത്തരം നിരവധി കാര്യങ്ങൾക്ക് പുറമെ സ്റ്റേറ്റ് സപ്പോർട്ടിന് മാർക്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് കേരളം 4 സ്ഥലങ്ങൾ നിർദ്ദേശിച്ചത്. അതിൽ വടക്കൻ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തുള്ള പൊതുവായ പിന്നോക്കാവസ്ഥയും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിപ്പയടക്കമുള്ള രോഗങ്ങളുമൊക്കെ കണക്കിലെടുത്താണ് കോഴിക്കോടിന് പ്രഥമ പരിഗണന നൽകിയത്. കേന്ദ്രം നിർദ്ദേശിക്കുന്ന പ്രധാന മാനദണ്ഡങ്ങളിൽ ഏതിലാണ് കോഴിക്കോട് പിന്നോക്കം പോവുക എന്നാണ് ഇതിനെതിരായി നിൽക്കുന്നവരോട് ചോദിക്കാനുള്ളത്. മറ്റു താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് മാനദണ്ഡങ്ങൾ മുൻനിർത്തിയുള്ള വാദങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുക. എയർപോർട്ടിൻ്റെ മുറ്റത്ത് അല്ല 250 ഏക്കർ എന്ന് പറയുന്നവരോട് റായ്ബറേലി എയിംസിൻ്റെ എത്ര കിലോമീറ്റർ ദൂരത്താണ് എയർപോർട്ട് ഉള്ളതെന്നും ഇവിടെ അതിലും കുറഞ്ഞ ദൂരത്ത് 2 ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റും. തലസ്ഥാനത്തല്ലേ ഇത് വരേണ്ടത് എന്ന് പറയുന്നവരോട് നാഗ്പൂരും രാജ്കോട്ടും മധുരയും തുടങ്ങി 2014 ശേഷം അനുവദിച്ച എയിംസുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കാൻ പറയും. ഗ്രീൻഫീൽഡ് എയിംസ് എന്ന രീതിയിൽ വന്ന ശേഷം നഗരത്തിരക്കുകളിൽ നിന്ന് അകന്ന് നല്ല ശുദ്ധവായുവും വെള്ളവുമുള്ള ചതുപ്പ് നിലങ്ങളല്ലാത്ത സ്ഥലങ്ങളിലാണ് എയിംസ് ആശുപത്രികൾ സ്ഥാപിക്കപ്പെട്ടത്. ഇനി ജീവനക്കാരുടെ കുടുംബങ്ങൾക്കായി മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലവാരമുള്ള സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകൾ, ബിസിനസ് സ്കൂളുകളൊക്കെയുള്ള കോഴിക്കോട് നിങ്ങൾക്ക് അതും പറഞ്ഞ് തള്ളാൻ പറ്റില്ല. കോഴിക്കോട് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനുകൾ തൊട്ടടുത്തുണ്ട്. നിർദ്ദേശിച്ച സ്ഥലത്തിൻ്റെ 25 കിലോമീറ്റർ ചുറ്റളവിൽ 2 ദേശീയപാതകളും 4 സംസ്ഥാന പാതകളുമുണ്ട്. ബാക്കി റോഡ് നെറ്റ്വർക്ക് വിപുലപ്പെടുത്തുന്നതിനായി ബാലുശ്ശേരി കോഴിക്കോട് റോഡ് ഉൾപ്പെടെ വികസിപ്പിക്കാൻ പോവുകയാണ്. അല്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ കടമയാണ്. ഇനിയിപ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ചാൽ തമിഴ്നാടിന് കൂടി ഉപകാരപ്പെടില്ലേ, ഇന്ന സ്ഥലത്ത് വെച്ചാൽ കർണാടകത്തിന് കൂടി ഉപകാരപ്പെടില്ലേ, ഇന്ന സ്ഥലത്ത് വെച്ചാൽ മലയോര മേഖലയ്ക്ക് ഉപകാരപ്പെടില്ലേ എന്നൊക്കെ പറയുന്നവരോട് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിലേക്കും കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്കും വയനാട്ടിലെ ആദിവാസി മേഖലയിലേക്കും ഒക്കെ ഇതും ഉപകാരപ്പെടില്ലേ എന്ന് തിരിച്ചു ചോദിക്കാമല്ലോ. ഇനി അവസാന അടവായി ഭൂമാഫിയ എന്ന സ്ഥിരം വാദവുമായി വരുന്നവരോട് പറയാനുള്ളത്, അവിടെ ഏറ്റവും അധികം ഭൂമിയുള്ളത് കൊച്ചിൻ മലബാർ എസ്റ്റേറ്റിൻ്റെ പേരിലാണ് എന്നതാണ്. ഏതാണ്ട് 2500-ലധികം ഏക്കർ ഭൂമിയാണ് ഇവിടെ അവരുടെ പേരിലുള്ളത്. അതിൻ്റെ ഉടമകൾ മലയാളികൾ പോലുമല്ല. അവരുടെ സൈറ്റിൽ ചെന്നാൽ അവരുടെ പേരുകൾ നിങ്ങൾക്ക് കാണാം. ഇനി ഈ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യം എന്ന എതിർവാദം ഉന്നയിക്കുന്ന സുരേഷ് ഗോപി ആലപ്പുഴ എയിംസ് വന്നാൽ ഉണ്ടാകുന്ന നേട്ടത്തിൽ എടുത്തു പറയുന്നത് റിയൽ എസ്റ്റേറ്റ്, റെൻ്റൽ ബൂം എന്നാണ്. റിയൽ എസ്റ്റേറ്റ്, അവിടുത്തെ റെന്റൽസ്, കൊച്ചി എങ്ങനെയാണ് ഇത്രയും റെന്റിന്റെ കാര്യത്തിൽ വലുതായത്? ഇപ്പൊ വിഴിഞ്ഞം വരുന്നതോടുകൂടി തിരുവനന്തപുരം എത്രയാണ് വലുതാവാൻ തുടങ്ങുന്നത്? ഐറണി തൂങ്ങിച്ചാവട്ടെ അല്ലേ? പക്ഷേ ഇതൊന്നുമല്ല പ്രധാന ചോദ്യം. സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കേന്ദ്രം എയിംസ് സ്ഥാപിക്കുക എന്ന
പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇതേവരെ സ്വീകരിച്ചു വരുന്ന ഒരു നയം കേരളത്തിന് വേണ്ടി മാത്രം എന്തിനു മാറ്റുന്നു എന്നതാണ്. അത് ഏത് വ്യക്തി താൽപ്പര്യങ്ങളുടെ പേരിലായാലും. കേന്ദ്രം എയിംസ് സ്ഥാപിക്കാൻ മുടക്കുന്നതും സംസ്ഥാനം സ്ഥലം ഏറ്റെടുക്കാൻ മുടക്കുന്നതും ഒക്കെ പൊതുഖജനാവിലെ പണം തന്നെയാണല്ലോ. അപ്പോൾ അതിൽ വ്യക്തി താൽപ്പര്യം മാത്രം നോക്കി തീരുമാനമെടുക്കുന്നതിൽ ഒരു വലിയ ശരികേടുണ്ട്. തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വരുന്ന സ്ഥാപനങ്ങളോ നിക്ഷേപങ്ങളോ കേരളത്തിൻ്റെ സ്വന്തമായി കണ്ട് കൈയടിക്കാൻ പറ്റുമ്പോൾ കോഴിക്കോട് ഒരു നിർദ്ദേശം വരുമ്പോഴേക്കും അതിൽ അസ്വസ്ഥരാകുന്ന രീതിയിൽ ആളുകളെ പാകപ്പെടുത്തിയെടുക്കുന്നത് അത്ര നല്ല കാര്യമായി തോന്നുന്നില്ല. 60കളിൽ വന്ന NIT, 90കളിൽ വന്ന IIM എന്നീ 2 സ്ഥാപനങ്ങൾ വെച്ചാണ് എല്ലാം കോഴിക്കോട് കൊണ്ടുപോകുന്നു എന്ന നറേറ്റീവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നാൽ സമീപകാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ചില പദ്ധതികൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിലൊരു 30 വർഷമായിട്ട് തീർത്തും അവഗണിക്കപ്പെട്ടു പോയൊരു പ്രധാന നഗരം കേരളത്തിലുണ്ടെങ്കിൽ അത് കോഴിക്കോട് മാത്രമാണ്. അതിൻ്റെ കൂടെ ഈ നിർദ്ദിഷ്ട ഭൂമി ഒരു എതിർപ്പുമില്ലാതെ ഇതിനായി വിട്ടുകൊടുത്ത ആളുകളെ പറ്റിയും പറയേണ്ടിയിരിക്കുന്നു. വ്യവസായ കേന്ദ്രം മുതൽ സാറ്റലൈറ്റ് സിറ്റി വരെ നീണ്ട വിവിധ പദ്ധതികൾ പറഞ്ഞു കേട്ട കിനാലൂർ എസ്റ്റേറ്റിലെ നാട്ടുകാർക്ക് അവസാനമായി കിട്ടിയ കച്ചിത്തുരുമ്പാണ് എയിംസ്. അതിന് പിന്തുണ കൊടുക്കാനല്ലാതെ കുത്തിത്തിരിപ്പുമായി കോഴിക്കോട് ജില്ലയിലെ ഒരു രാഷ്ട്രീയ കക്ഷിയും ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പ്രൊജക്റ്റ് തന്നെ ഇവിടെ നിന്ന് പറിച്ചു പോവാൻ ശ്രമിക്കുക, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് സംസ്ഥാനം സ്ഥലമേറ്റെടുത്ത് കൊടുത്തില്ലെങ്കിൽ പ്രൊജക്റ്റ് കിട്ടുമെന്ന് കരുതണ്ട എന്ന് ഭീഷണിപ്പെടുത്തുക, അതൊക്കെ എന്തു തരം ജനാധിപത്യമാണ്? സംസ്ഥാനങ്ങൾ എന്ന സങ്കല്പം തന്നെ പിന്നെ എന്തിനാണ്? ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുന്നത് പോലെയല്ല 10 വർഷങ്ങളായി നിർദ്ദേശത്തിലുള്ള നടപടിക്രമങ്ങൾ ഏറെ മുന്നോട്ട് പോയ ഒരു പദ്ധതി ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി വൈകിപ്പിക്കുന്നതും മാറ്റിയില്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നതും. ഈ നാട്ടിലെ ജനങ്ങൾ ഇവിടുത്തെ പൗരന്മാരല്ലേ? ഒരു പ്രദേശത്തോട് ഇത്രയും വിരോധം, പുച്ഛം, വെറുപ്പ് എന്നിവ ഉണ്ടാവാനുള്ള കാരണം മാത്രം പിടികിട്ടുന്നില്ല. കോഴിക്കോട് എന്തെങ്കിലും ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴോ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ പോകുമ്പോഴോ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പൊതുബോധമാണ് ഇവർ എന്തോ അധികമായി നേടിയെടുക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ ഇതുവരെ ഭരണത്തിൽ മാറി മാറി വന്ന മുന്നണികൾ UDFും LDFും ഭരിക്കുമ്പോൾ അവരുടെ മന്ത്രിമാരുടെ, പ്രത്യേകിച്ച് സ്വാധീനമുള്ള മന്ത്രിമാരുടെ എണ്ണക്കൂടുതൽ കൊണ്ട് ചില ജില്ലകൾക്ക് അപ്പർ ഹാൻഡ് കിട്ടാറുണ്ട്. അതിൽ പോലും കോഴിക്കോടുണ്ടാവാറില്ല. ഉദാഹരണത്തിന് LDF ഭരണത്തിലിരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് മന്ത്രിമാരുടെ എണ്ണത്തിലായാലും സ്വാധീനത്തിലായാലും ഒരു മേൽക്കോയ്മ ലഭിക്കാറുണ്ട്. UDF ഭരിക്കുമ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് ഇതേ അപ്പർ ഹാൻഡ് ഇതേ കാരണത്താൽ തന്നെ ലഭിക്കാറുണ്ട്. അതായത് മലബാർ ഏരിയയുടെ തലസ്ഥാനം എന്നൊക്കെ പണ്ട് അറിയപ്പെട്ടിരുന്ന കോഴിക്കോട് ഒരു 1/4 നൂറ്റാണ്ടെങ്കിലുമായി അതിനൊത്ത ഒരു പദ്ധതിയോ സ്ഥാപനമോ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ തന്നെയാണ് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നേ എന്ന നിലവിളിയും ആക്രോശവും കേൾക്കേണ്ടി വരുന്നത് എന്നതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഇത് ഏറെക്കാലത്തിന് ശേഷം സംസ്ഥാനം നിർദ്ദേശിച്ച എയിംസ് ആശുപത്രിയുടെ സ്ഥലത്തിൻ്റെ പേരിലുള്ള വിവാദം വന്നപ്പോൾ പോലും പ്രാദേശിക നേതാക്കളിൽ നിന്ന് പോലും വേണ്ടത്ര പിന്തുണ കോഴിക്കോടിന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോഴിക്കോട്ടുകാർക്ക് കുറച്ച് നന്മ വിളമ്പുക എന്നതിനപ്പുറം പദ്ധതികളോടൊക്കെ ഈ ഒരു അയഞ്ഞ നിലപാടുമാണുള്ളത്. കോഴിക്കോട് എയിംസ് ആശുപത്രിക്കുള്ള സ്ഥലങ്ങളിൽ പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് പരസ്യമായി എടുക്കുന്നത് MP MK രാഘവനും PT ഉഷയും മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ഒക്കെ എവിടെയും തൊടാത്ത സംസാരമാണ്. അതൊക്കെ ഒന്ന് മാറ്റി എന്നാണ് ഇവരൊക്കെ സ്വന്തം നാടിനു വേണ്ടി ഉറച്ച നിലപാടെടുക്കുക എന്നറിയാൻ താല്പര്യമുണ്ട്. ഏറ്റവും കുറഞ്ഞത് അവഹേളനവും അവഗണനയും ഒരുപോലെ നേരിടേണ്ടി വരുന്ന അവസ്ഥ മാറ്റാൻ പുതുതലമുറയിലുള്ള നേതാക്കളെങ്കിലും എന്നെങ്കിലും മുന്നോട്ട് വരുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ ഞാനിവിടെ നിർത്തുന്നു. അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. തെക്ക് നിന്ന് 3ാമത്തെ ജില്ലയായ ആലപ്പുഴ മധ്യ കേരളത്തിൽപ്പെടുന്ന ഒരു ജില്ലയാണ്. പക്ഷേ വടക്ക് നിന്ന് 3ാമത്തെ ജില്ലയായ കോഴിക്കോട് അത് വടക്കൻ ജില്ല തന്നെ. ഈ വടക്കേ അറ്റത്തൊക്കെ ഒരു പദ്ധതി കൊണ്ടുവച്ചാൽ ആളുകൾക്ക് എത്ര ബുദ്ധിമുട്ടാണെന്നേ.